ഏതായാലും നവകേരള മാർച്ചിന്റെ ചർച്ചയും ഒപ്പം തന്നെ ദില്ലിയിലെ ഇന്നത്തെ ഈ അനിഷ്ട സംഭവങ്ങളും സ്വാഭാവികമായും അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൂടി വേണം ഈ ഇന്നത്തെ ഈ CPIMന്റെ ഈ ഒരു മാർച്ചിന്റെ ഒരു പശ്ചാത്തലം കൂടി അതിന്റെ ഒരു പ്രാധാന്യം കൂടി ചർച്ച ചെയ്യപ്പെടാൻ. അതുകൊണ്ട് തന്നെ ഫഖറുദ്ദീനിലേക്ക് അവസാനമായി. ഫഖറുദ്ദീൻ, ഒരുപക്ഷെ ഇവിടെ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ആദ്യം മുതൽക്കേ തന്നെ കലാലയങ്ങളെ കാവ്യവൽക്കരിക്കുക എന്നതാണ്. അവിടെ നിന്ന് തുടങ്ങുക അല്ലെങ്കിൽ അവിടെ കൂടെ ഈ ഒരു ഫാസിസ്റ്റ് നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ്. ഇന്നിപ്പോൾ മുദ്രാവാക്യം വിളിച്ച അഭിഭാഷകരുടെ പ്രധാനമായും പറഞ്ഞത് JNU അടച്ചുപൂട്ടുക എന്നതാണ്. JNU എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ആ വിധത്തിൽ എടുത്തു പറയേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഇതിൽ നിന്നും വ്യത്യസ്തമാണോ? നമ്മുടെ കേരളത്തിലെ കലാലയങ്ങൾക്ക് ഇത്തരം നിലപാടുകളിൽ നിന്നും ഇത്തരം ഈ പിടുത്തങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനാകുമോ? കേരളത്തിലെ കലാലയങ്ങളുടെ കാര്യം സങ്കീർണമാണ്. സത്യത്തിൽ ഇത്തരം കമ്മ്യൂണലായിട്ടുള്ള പിടുത്തങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ കലാലയങ്ങൾ മുക്തമാണ്. JNU ഒക്കെ പ്രതിദാനം ചെയ്തത് ഇപ്പോൾ പ്രൊഫസർ JNU വർത്തിക്കുമ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ലിബറൽ ഡെമോക്രാറ്റിക് ലെഫ്റ്റ് വീക്ഷണം തന്നെ. ലിബറൽ ഡെമോക്രസി നമുക്ക് ഡെമോക്രാറ്റിക് വീക്ഷണം സയൻറ്റിഫിക് ആണത്. അപ്പോൾ ഇവർ പറയുന്ന പോലെ ദേശദ്രോഹം ഒന്നുമല്ല, മാർക്സിസം ഒന്നുമല്ല. ഈ ലോകത്തെ മധ്യകാലഘട്ടത്തിലെ മതാധിപത്യത്തിൽ നിന്ന് ഇന്നത്തെ രീതിയിൽ ടെക്നോളജിക്കലായിട്ട് ഇൻ്റർനെറ്റ് യുഗത്തിലേക്ക് വളർത്തിയ സയൻറ്റിഫിക് ആയിട്ടുള്ള പരീക്ഷണങ്ങളുടെ രൂപം കൊണ്ടുവന്നിട്ടുള്ള പുതിയ ശാസ്ത്രീയ ബോധമാണ്. ഈ ശാസ്ത്രീയ ബോധം തന്നെ ട്വിറ്ററിലൂടെ മോഡി അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ ഗുണങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ശാസ്ത്രീയമായ തത്വങ്ങളെയും അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ നിരാകരിക്കാൻ ശ്രമിക്കുകയും അത് ഇവരിലെ ബ്രാഹ്മണിത്വം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ വിഭാഗം ഹിന്ദുക്കളുടെ ഇടയിലെ മാത്രമായി, അവരാണ് ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്നത്, അവരുടെ ഇടയിൽ ചുരുക്കി അവരെ നമ്മുടെ രാജാക്കന്മാരെ കാലാകാലം വെക്കാനുള്ള അജണ്ടയാണ് RSSന്. സത്യത്തിൽ മാർക്സിസം ഒന്നും അല്ലത്. JNUവിലുള്ളത് ലിബറൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്, സയൻറ്റിഫിക് അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെല്ലാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഒന്നാമത് JNU വരുന്നത് സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിൽ. കാരണം അത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, അല്ലെങ്കിൽ പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുള്ളതല്ല. ഞാൻ ഈ പറഞ്ഞ ഒറ്റൊന്നും പോലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുള്ളതല്ല. ഈ യൂണിവേഴ്സിറ്റികളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാവുന്ന ആ നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. എന്ന് വെച്ചാൽ ലോകത്തെ ഇന്ന് നയിക്കുന്ന ചിന്താസരണികളുടെ എന്താ പറയുക മൊത്തം ഒരു ഇന്ത്യയിലെ ഒരു എപ്പിറ്റോമാണ് യൂണിവേഴ്സിറ്റി. അല്ലാതെ അതിന് ഇടതുപക്ഷം ഒന്ന് പിന്നെ പുച്ഛിക്കേണ്ട. പിന്നെ ആ രീതിയിൽ അവിടെ ഇടതുപക്ഷം, അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം ആണ് അതിന് എല്ലാ മേഖലകളും മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അതിന് കാരണം എന്താണ്? ഈ ലോകത്തെ മാറ്റിമറിച്ച നമ്മുടെ ജീവിതത്തേക്ക് ഈ രീതി കംഫർട്ടബിൾ ആക്കിയിട്ടുള്ള സയന്റിഫിക് ആയിട്ട് വീക്ഷണമുള്ള ഇടതുപക്ഷത്തിനായതുകൊണ്ടാ. എന്തുകൊണ്ടാണ് ABPക്ക് കയറാൻ പറ്റുന്നത്? അവർ ഒന്നും നിൽക്കാൻ പറ്റില്ല. അല്ല, അവർ മുന്നോട്ട് വെക്കുന്ന ഒരിക്കലും ഇലക്ഷൻ സമയത്ത് കയറിയിട്ട് അവർ അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ വോട്ടിന് കയറി. പക്ഷേ അവിടെ കൺസ്ട്രക്ഷൻ അക്കാദമിക രംഗത്താണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ മേധാവിത്വ ഒരു ലിബറൽ ഇടത് കാഴ്ചപ്പാടാണ്. ആ തീവ്ര ഇടത് കാഴ്ചപ്പാടും പോലെയല്ല നമ്മുടെ ക്യാമ്പസ്. കേരളത്തിലെ ക്യാമ്പസുകളുടെ ഒരു പ്രശ്നം തീവ്ര ഇടത് ക്യാമ്പസുകളാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം കൂടിയാണ്. പലപ്പോഴും എതിർ ശബ്ദത്തിന് ഉയർന്നു വരാൻ പറ്റാത്ത ചില ക്യാമ്പസുകളുണ്ട്. അത് ഇടതുപക്ഷ സംഘടനകളും അതിന് ഉത്തരവാദികളാണ്. അവരും കൂടി JNUവിനെ മാതൃകയാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ABP പോലുള്ള സംഘടന ഹിന്ദുത്വവാദികൾ JNU പോലുള്ള ക്യാമ്പസിൽ കയറാൻ പറ്റാത്തത്? ഇന്ത്യ ആണ് നമ്മുടെ ഗണപതിയുടെ തല മാറ്റി ഈ ഈ ആനയുടെ തല വെച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ത്യ ആണ് ഈ പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ച ക്ലോണിങ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ ലോകത്ത് ആരെയും വിശ്വസിക്കുമോ? തെളിവ് വേണ്ടേ? അപ്പോൾ പുഷ്പ വിമാനത്തിന് കാര്യം പറഞ്ഞിട്ട് ഈ വിമാനം കണ്ടുപിടിച്ച് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അതൊക്കെ ശുദ്ധ വിഡിത്തമാണ്. അപ്പോൾ ലോകം അതോട് ചിരിക്കുകയുള്ളൂ. ആ ചിരിയാണ് സത്യത്തിൽ JNU പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവർ പേടിക്കുന്നത്. പക്ഷെ കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ഒരു അക്കാദമികമായ ജീർണത വന്നിട്ടുണ്ട്. उसको पकड़ रहे थे, हम किसी को नहीं मार रहे थे। ദില്ലി പട്യാല ഹൗസ് കോടതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷം അഴിച്ചുവിട്ടുകൊണ്ട് കോടതി മുറിക്ക് ഉള്ളിലേക്കും അക്രമികൾ ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, രാജ്യത്തിന് പോലും നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ അക്രമികളുടെ നിലപാടുകൾ പോയത്. കോർട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ചില BJP അനുകൂല അഭിഭാഷകരാണ് ആദ്യം മുദ്രാവാക്യം വിളിച്ചത്. JNU അടച്ചുപൂട്ടുക അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ആദ്യം കോടതി മുറിക്കുള്ളിൽ വലിയൊരു ഭീതിതമായ സാഹചര്യം ഒരുക്കി അധ്യാപകരെ അടക്കം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന സാഹചര്യമാണ് കണ്ടത്. പിന്നീട് പീപ്പിൾ TVയുടെ റിപ്പോർട്ടർക്കും ക്യാമറാമാനും നേരെ, ഒപ്പം തന്നെ മറ്റു മാധ്യമപ്രവർത്തകർക്കും നേരെ ക്രൂരമായ മർദ്ദനമാണ് ഇവർ അഴിച്ചുവിട്ടത്.
സാദരീയ ചർച്ചയിലേക്ക് തന്നെ വരികയാണ്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇവിടെ ശ്രീ ഫക്രുദ്ദീൻ അലി സൂചിപ്പിച്ച ഒരു സാഹചര്യത്തിലേക്ക് തന്നെ വരാം. നമ്മളുടെ ക്യാമ്പസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ദില്ലി പട്യാല ഹൗസ് കോടതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് കൂടി പോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് കരുതുന്നു. അവിടെ നിന്നുള്ള പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിലേക്ക് പോകാം. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇവിടെ കേരളത്തിലെ ക്യാമ്പസുകളുടെ കാര്യം പറഞ്ഞു. ഒരു ഘട്ടത്തിൽ പക്ഷെ നമ്മൾ കണ്ടതാണ്, ഈ ബീഫ് വിഷയമൊക്കെ വന്ന ഘട്ടത്തിൽ ഒരു പരിധിവരെ നമ്മളുടെ ക്യാമ്പസുകളെ ഉപയോഗപ്പെടുത്താൻ ഇത്തരത്തിൽ ചില ഭാഗത്തെങ്കിലും ഇത്തരത്തിൽ ഒരു ചിന്ത കൊണ്ടുവരാനെങ്കിലും നമ്മുടെ ക്യാമ്പസുകൾ ഉപയോഗപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞു എന്നത് ഒരു സാഹചര്യമല്ലേ, അംഗീകരിക്കപ്പെടേണ്ട സാഹചര്യമല്ലേ? എനിക്ക് തോന്നുന്നത് ഒരു ക്യാമ്പസ് നിൽക്കുന്ന പൊതു രാഷ്ട്രീയ പരിസരം എന്ത്, ആ പരിസരത്തിൻ്റെ സ്വഭാവത്തിലായിരിക്കും ക്യാമ്പസിലും കാര്യങ്ങൾ ഉണ്ടാവുക. ഇവിടെ ഇപ്പം കേരളത്തിൽ ഒരു ബീഫ് ഫെസ്റ്റിവൽ നമ്മൾ നടത്തുന്നത് പശുവിറച്ചിയെ അല്ലെങ്കിൽ മാട്ടിറച്ചിയെ ഒന്നും പ്രൊമോട്ട് ചെയ്യാനല്ലല്ലോ, മറിച്ച് മാട്ടിറച്ചി ഒരു രാഷ്ട്രീയ പ്രമേയമായി വരുമ്പോൾ അതിനുള്ള രാഷ്ട്രീയ പ്രതികരണമാണ്, അല്ലാതെ ഫുഡ് റിയാക്ഷൻ അല്ല, പൊളിറ്റിക്കൽ റിയാക്ഷനാണ്. ആ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രതികരണം കൊണ്ടുവരുന്ന ആർജവമുള്ളൊരു ജനത നിൽക്കുന്നിടത്ത് ഇങ്ങനെ സംഭവിക്കില്ല. നമുക്ക് ലളിതമായൊരു കാര്യം ആലോചിക്കാം. അതിന് പകരം ഒരു പന്നി ഫെസ്റ്റ് അവർ നടത്തുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതവർ കഴിയില്ല എങ്കിൽ ഇനി സാക്ഷാൽ ഈ ഹിന്ദു മഹാസഭക്കാരെ കൊണ്ടുവന്ന് അവർ ഗോഡ്സേക്ക് അനുകൂലമായി ഒരു സെമിനാർ വയ്ക്കുന്നു എന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ. അതൊന്നും സംഘർഷത്തിലേക്കൊന്നും പോകില്ല. കേരളത്തിൽ വളരെ സ്വാഭാവികതയിൽ അത് കടന്നു പോവുകയും അതിനെ ഒരു പുച്ഛച്ചിരിയോടെ നാം തള്ളിക്കളയുകയും ചെയ്യും. അത് ഇവിടെ വളർന്നു നിൽക്കുന്ന BJPക്ക് കടന്നു കയറാൻ കഴിയാത്ത വണ്ണം സഖ്യൻ്റെ നിര നിർത്തിയിരിക്കുന്ന പ്രത്യയശാസ്ത്ര ബോധമാണ്. ആ പ്രത്യയശാസ്ത്ര ബോധം എല്ലായിടത്തും ഉണ്ടാവുക എന്നതാണ് ജനാധിപത്യത്തിന് വേണ്ടത്. 1969 ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ നാം ആഗ്രഹിച്ചതും നെഹ്റുവൊക്കെ ഉയർത്തിപ്പിടിച്ചതുമായ പ്ലൂറലിസത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന നിലയ്ക്കായിരുന്നു. യൂണിവേഴ്സിറ്റി എന്ന നിലയ്ക്ക് പരിശോധിക്കുമ്പം മികച്ച യൂണിവേഴ്സിറ്റി ഒന്നൊന്നുമല്ല. ലോകോത്തരമായി ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയും മികവ് പുലർത്തുന്നില്ല. എങ്കിൽ പോലും ആശയരംഗത്തെ ഡൈവേഴ്സിറ്റി, ആ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായി കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്, SFI ജയിച്ചിട്ടുണ്ട്, ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട്, ABVP തന്നെ അവിടെ ജയിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഡൈവേഴ്സിറ്റിയുടെ ഒരു പ്രകാശന കേന്ദ്രമായി, ഈ വൈജാത്യങ്ങളുടെ ആശയങ്ങളുടെ കേന്ദ്രമായി ജവഹർലാൽ യൂണിവേഴ്സിറ്റി മാറിയിരിക്കുന്നു. ആ യൂണിവേഴ്സിറ്റിയെ ഇവർ ഭയപ്പെടുന്നത് വൈജാത്യങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ഏകശിലാ സ്വഭാവത്തോടു കൂടിയ ഫാസിസ്റ്റ് രീതികളാണ് യോജിക്കുന്നത്. ഫക്രുദ്ദീൻ പറഞ്ഞതുമാതിരി ഇവിടെ ഗണപതിയെക്കുറിച്ച് സംസാരിക്കുന്നത് തൊടാതെ വിഴുങ്ങുന്ന വിഡ്ഢി കൂഷ്മാണ്ഡങ്ങൾ ഉണ്ടാവുക എന്ന നിലയ്ക്ക് ഏകശിലാ സ്വഭാവത്തോടു കൂടിയ വിശ്വാസ ഘടന നിലനിർത്തുന്നതിന് വേണ്ടിയാണ് JNU തകർക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നത്. JNU മാത്രമല്ലല്ലോ, ആദ്യം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് അലഹബാദ് യൂണിവേഴ്സിറ്റിയാണ്, ഇപ്പോഴാകട്ടെ JNU. ഇതിനെതിരെ 40 യൂണിവേഴ്സിറ്റികളുടെ വിദ്യാർത്ഥികളും അധ്യാപകരും സംഘം ചേർന്ന് പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. ആ സംഘത്തോട് എന്തായാലും ഇപ്പോൾ കേജ്രിവാൾ പ്രതികരിക്കും. കേജ്രിവാൾ നമുക്കറിയാവുന്നത് മാതിരി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിക്ക് ആദ്യം എത്തിച്ചേർന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹമായി. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല, ഇടതുപക്ഷത്തിന് ഗൗരവതരമായൊരു നേതൃത്വമൊന്നും ഈ കാര്യത്തിലും ഇല്ല സൗമ്യ. എങ്കിലും ഇടതുപക്ഷത്തിന് മാത്രമല്ല, മുഴുവൻ ജനാധിപത്യവാദികളുടെയും അതുപോലെ പ്രാദേശിക പ്രസ്ഥാനങ്ങളുടെയും മാർജിനലൈസ്ഡ് ആയിരിക്കുന്ന ജനതയുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ പ്രത്യാശാ കേന്ദ്രമായി JNUവിൻ്റെ പ്രക്ഷോഭം ഒരിക്കൽ കൂടി വൈജാത്യ വീക്ഷണങ്ങൾ, പ്ലൂറലിസ്റ്റിൻ്റെ വീക്ഷണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമര ഭൂമികയായി അത് മാറും. ആ മാറ്റത്തിലൂടെയാണ് ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യം ആസന്ന ഫാസിസ്റ്റ് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുക എന്ന് നമുക്ക് സമാശ്വസിക്കാം. ദില്ലി പട്യാല കോടതിയിൽ ഇന്ന് സംഭവിച്ചത് രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. കൻഹയ്യകുമാറിനെ കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുവന്ന സാഹചര്യത്തിൽ കോടതി മുറിക്കുള്ളിൽ മുദ്രാവാക്യം വിളികളുമായി ചില BJP അനുകൂല അഭിഭാഷകർ എത്തുന്നു. JNU അടച്ചുപൂട്ടണം എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തിയത്. JNUവിലെ അധ്യാപകരെ അടക്കം, സ്ത്രീകൾ ഉൾപ്പെടുന്ന അധ്യാപകരെ അടക്കം വലിച്ചിഴച്ച് കോടതി മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് വലിയ ഭീതിതമായ സാഹചര്യം കോടതി പരിസരത്ത് സൃഷ്ടിച്ചു. തുടർന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന കൈരളി TVയുടെ റിപ്പോർട്ടർ മനു ശങ്കറിനെയും ക്യാമറാമാൻ രാജീവ് കണ്ണാടിയെയും അതിക്രൂരമായി മർദ്ദിച്ചു. ഈ സാഹചര്യങ്ങളിലെല്ലാം പോലീസ്
നിശ്ചലമായി നിൽക്കുകയായിരുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എവിടെ നിന്നോ നിർദ്ദേശങ്ങൾ, ഇടപെടരുത് എന്ന നിർദ്ദേശങ്ങൾ കിട്ടിയതുപോലെ ആദ്യം മുതൽക്ക് തന്നെ കോടതിക്കുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും കൃത്യമായ സുരക്ഷ ഉറപ്പാക്കാനോ പോലീസിനെ ഇടപെടുവിക്കാനോ തയ്യാറാകാതിരുന്ന ഒരു സാഹചര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. JNUവിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന അനിഷ്ട സംഭവങ്ങൾ ഇന്ന് ജുഡീഷ്യറിയുടെ മേലുള്ളൊരു കടന്നുകയറ്റമായി തന്നെ എത്തി നിൽക്കുന്നു. രാജ്യത്താകമാനം നാണക്കേടുണ്ടാക്കിക്കൊണ്ട് ഇത്തരം തർക്കങ്ങൾ, ഇത്തരം വിഷയങ്ങൾ കോടതിക്കുള്ളിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കോടതി നടപടികൾ പോലും തടസ്സപ്പെട്ടുകൊണ്ട് ഇന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഒരു കൂട്ടം RSS BJP പ്രവർത്തകർ അഴിച്ചുവിടുകയായിരുന്നു കോടതിക്ക് ഉള്ളിൽ. സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ കോടതിക്ക് പുറത്ത് പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും കോടതിക്ക് ഉള്ളിലേക്ക്, പ്രത്യേകിച്ച് കോടതി മുറിക്കുള്ളിലേക്ക് തന്നെ ഇങ്ങനെ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും എത്തുന്നത് ഇത് ആദ്യമായാണ്. ജുഡീഷ്യറിക്ക് സ്വതന്ത്രമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്ന അടിസ്ഥാനപരമായ അവകാശത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഇന്ന് ഒരു കൂട്ടം ആക്രമികൾ നടത്തിയിരിക്കുന്നത്. രാജ്യം തന്നെ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. കൻഹയ്യ കുമാറിനെ ഹാജരാക്കിയ പാട്യാല ഹൗസ് കോടതിയിലായിരുന്നു സംഭവം നടന്നത്. കൻഹയ്യയെ കോടതിയിലേക്ക് ഹാജരാക്കാനാകാതെ ബസ്സിൽ തന്നെ ഇരുത്തുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. ദില്ലി പാട്യാല കോടതിയിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ സൃഷ്ടിച്ചാണ് BJP അനുകൂല അഭിഭാഷകർ അധ്യാപകരെയും മാധ്യമപ്രവർത്തകരെയും അതിക്രൂരമായി മർദ്ദിച്ചത്. കോടതി നടപടികൾ തടസ്സപ്പെട്ടു. കോടതിക്കുള്ളിലേക്ക് കടന്നു കയറിയ BJP അനുകൂല അഭിഭാഷകർ അധ്യാപകരെ ആദ്യം ആക്രമിച്ചു, വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. കോടതിക്കകത്ത് മുദ്രാവാക്യം മുഴക്കിയ BJP അഭിഭാഷകർ ആയിരുന്നു ഈ ആക്രമണത്തിന് ആദ്യം നേതൃത്വം നൽകിയത്. പോലീസ് നോക്കി നിൽക്കുകയാണ് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അഭിഭാഷകർ ആക്രമിച്ചത്. ഞങ്ങളുടെ റിപ്പോർട്ടർ മനു ശങ്കറിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മനുവിന് അതിക്രൂരമായ മർദ്ദനം ആണ് ഏറ്റത്. ഒപ്പം തന്നെ ഞങ്ങളുടെ ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കും ക്രൂരമായ മർദ്ദനമേറ്റു. ഇരുവരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്.